കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് മലപ്പുറത്ത് ഒരു സംസ്ഥാന സ്കൂൾ കലോത്സവം നടന്നു. അപ്പോൾ ഈ കലോത്സവം നടക്കുമ്പോൾ അത് മലപ്പുറത്താണ് എന്ന് പ്രഖ്യാപിച്ചപ്പോൾ തന്നെ പലർക്കും വലിയ പേടി. പ്രത്യേകിച്ച് നോർത്ത് ഭാഗങ്ങളിൽ നിന്നൊക്കെ വരുന്നില്ല, മലപ്പുറത്ത് വലിയ പ്രശ്നമല്ലേ, അങ്ങനെയെല്ലാം കരുതിയിട്ട് പലർക്കും വരാൻ പോലും വലിയ ആശങ്ക. പല കുട്ടികളും രക്ഷിതാക്കളുമായിട്ട് വന്നു, ടീച്ചേഴ്സുമായിട്ട് വന്നു. പക്ഷേ അവർക്കൊക്കെ പേടി, മലപ്പുറത്ത് എന്തൊക്കെയാണ് പ്രശ്നമാണ് എന്നുള്ള നിലക്ക്. പക്ഷേ ആ പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം പല പത്രമാധ്യമങ്ങളും, പ്രത്യേകിച്ച് മലയാള മനോരമ ഉൾപ്പെടെയുള്ളവരൊക്കെ നന്നായിട്ട് അതിനെക്കുറിച്ച് പ്രോഗ്രാമിൻ്റെ ഒരു റിവ്യൂ എഴുതുണ്ടായി. അപ്പോൾ ഇതിൽ പല പാരൻസും പല ടീച്ചേഴ്സും എഴുതിയ, അവർ പങ്കുവെച്ച അഭിപ്രായങ്ങളെന്ന് പറയുമ്പോൾ മലപ്പുറത്തുള്ള ജനങ്ങളുടെ ഒരു വലിയ സ്നേഹം അവർ കാണുന്നുണ്ടായി. ഒരു ഉദാഹരണം, ഒരു പാരൻ്റ്, അവർ കൊല്ലത്തു നിന്നാണ് സംശയമുണ്ട്, അവർ എഴുതിയത് ഇപ്പോഴും വായിച്ചതായിട്ട് ഓർമ്മ വരുന്നു. അവർ മലപ്പുറത്ത് എല്ലാ ലോഡ്ജിലും അവരുടെ പ്രോഗ്രാം കഴിഞ്ഞ് ഏതോ ഒരു നൃത്ത ഇനമാണ്, അത് കഴിഞ്ഞിട്ട് ഒരമ്മയും അച്ഛനും കുട്ടിയും ഉൾപ്പെടെയുള്ളവർ ഒരു ലോഡ്ജ് അന്വേഷിച്ച് നടക്കുകയാണ്. ആ ലോഡ്ജ് അന്വേഷിച്ച് നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മലപ്പുറം എന്ന് പറയുന്നത് ഒരു വലിയ നഗരം ആണ് എന്നൊക്കെ പറയാൻ കഴിയില്ലല്ലോ. അപ്പോൾ അതിനനുസരിച്ചുള്ള ലോഡ്ജുകളും ഹോട്ടലുകളൊക്കെ ഉണ്ടാവുന്നുള്ളൂ. അപ്പോൾ രാത്രി വളരെ വൈകിയത് കാരണം ഈ ലോഡ്ജുകളെല്ലാം ഫുള്ളായത് കാരണം ഇവർക്ക് റൂം കിട്ടാതെ ഇങ്ങനെ നടക്കുകയാണ്. ആ സമയത്ത് ഒരു ഓട്ടോക്കാരനെ വിളിച്ചിട്ട് വീണ്ടും റൂമുകൾ അന്വേഷിച്ചപ്പോൾ ഓട്ടോക്കാരൻ്റെ സാന്നിധ്യത്തിൽ തന്നെ പല റൂമുകളും നോക്കി, ഒന്നും കിട്ടിയില്ല. നിരാശരായപ്പോൾ അവസാനം ഈ ഓട്ടോ ഡ്രൈവർ ഒരു കാര്യം പറഞ്ഞു, നിങ്ങൾക്ക് ഞാനൊരു കാര്യം പറഞ്ഞാൽ വിഷമമാവുന്നില്ലെങ്കിൽ ഞാൻ പറയട്ടെ, എന്താണ് സംഭവം, നിങ്ങൾക്ക് എൻ്റെ വീട്ടിലേക്ക് വരാം, എൻ്റെ വീട്ടിൽ വന്ന് താമസിച്ചോളൂ. തെല്ലൊരു അത്ഭുതത്തോടു കൂടെ ഈ രക്ഷിതാക്കളും ആ കുട്ടിയും കൂടെ അതിന് സമ്മതിക്കണം. കാരണം അവസാനം വേറെ വഴിയില്ലാത്തത് കാരണം അവരെഴുതുന്നു, വളരെ സ്നേഹത്തോടു കൂടെ അവിടെ ആ ചെറിയ വീട്ടിൽ അവരെ താമസിപ്പിക്കുകയും പിറ്റേ ദിവസം ആ ഉമ്മ ഉണ്ടാക്കിയ അപ്പവും കഴിച്ചാണ് രാവിലെ അവിടെ നിന്ന് പുറത്തിറങ്ങിയത്. വളരെ സന്തോഷകരമായ ഒരു സാഹചര്യം അവർ പങ്കുവെക്കേണ്ടായി. ഇതുപോലെ പലതരത്തിലുള്ള അനുഭവങ്ങളും പല കാര്യങ്ങളും അന്നൊക്കെ പറഞ്ഞിരുന്നു. ഇതിപ്പോൾ ഇവിടെ പറയേണ്ടായ സാഹചര്യം, ചിലരൊക്കെ തെറ്റിദ്ധരിച്ചു മലപ്പുറത്ത് എന്തൊക്കെയോ ആണ് എന്നുള്ളത്. അതിന് മറ്റൊരു കാരണം, തെറ്റിദ്ധാരണയ്ക്ക് മറ്റൊരു കാരണം കൂടെ ഉണ്ട്. സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഈ നോമ്പൊക്കെ ആയി തുടങ്ങിയാൽ പൊതുവേ നമുക്ക് ഒരു ഇത് കാണാൻ പറ്റും, മലപ്പുറത്ത് പോയി നാരങ്ങ വെള്ളം കിട്ടിയില്ല, മലപ്പുറത്ത് പോയി ചായ കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. മലപ്പുറം ഒരു മഹാസംഭവമാണ്. ഞാൻ മലപ്പുറം ജില്ലക്കാരനല്ല, പക്ഷേ മലപ്പുറം ജില്ലയിൽ ഞാൻ കുറേ വർഷങ്ങൾ താമസിച്ചൊരു വ്യക്തിയാണ്. അവിടുത്തെ ഒരു സ്നേഹം, അവിടുത്തെ ആളുകൾ യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഹിന്ദു മുസ്ലിം എന്നൊന്നുള്ള ഒരു ഡിസ്ക്രിമിനേഷനും അവിടെ കാണാൻ കഴിയില്ല എന്നുള്ളത് സത്യമാണ്. അതുകൊണ്ട് തന്നെ പല ഉദ്യോഗസ്ഥരും പല ഭാഗങ്ങളിൽ നിന്നും മലപ്പുറത്തേക്ക് വരുമ്പോൾ അവരൊക്കെ പറയുന്നുണ്ട്, ഞങ്ങൾ അങ്ങനെയല്ല കരുതിയത്, പക്ഷേ ഞങ്ങൾക്ക് ഇവിടുന്ന് പോകാൻ കഴിയുന്നില്ല. അധ്യാപകരോട് ചോദിക്കൂ, മലപ്പുറത്ത് പല ഗവൺമെൻറ് സ്കൂളിലും ജോലി ചെയ്യുന്ന മറ്റ് പല സ്ഥലങ്ങളിലെ മറ്റ് പല മതങ്ങളിലും മുസ്ലിങ്ങളല്ലാത്തവരും ജീവിക്കുന്ന ഒരു പ്രദേശമാണല്ലോ. അപ്പോൾ എന്താ ഇങ്ങനെ സംഭവിച്ചത്, എന്താ മലപ്പുറത്തെക്കുറിച്ച് അങ്ങനെ ഒരു ധാരണ വന്നത്? തീർച്ചയായിട്ടും ഇവിടെ മലപ്പുറത്തെ എന്നല്ല, കേരളത്തിലെ ഹിന്ദുക്കൾ നിഷ്കളങ്കരാണ്. കേരളത്തിലെ ഹിന്ദുക്കൾക്ക് മുസ്ലിങ്ങളുടെ സ്നേഹത്തെക്കുറിച്ചും തിരിച്ചും അറിയാം. പക്ഷേ ഈ ഒരു മുസ്ലിം ഹിന്ദു ഒക്കെ ജീവിക്കുന്ന ഈ ഒരു പ്രദേശത്തുള്ള ഒരു സൗഹൃദം ചില വിഭാഗം ആളുകൾക്ക് പിടിക്കുന്നില്ല. അത് ഒഫീഷ്യലായിട്ട് സംഘികളായിട്ട് വരുന്നവർക്കും ഉള്ളിൻ്റെ ഉള്ളിൽ ആ ഒരു സംഘി മനോഭാവം ഉള്ളവർക്കും ആണത്. വളരെ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ഇന്നലെ ബഹുമാനപ്പെട്ട വെള്ളാപ്പള്ളി നടേശൻ മലപ്പുറത്ത് വന്നിട്ടൊരു പ്രസംഗിക്കുക, അത് കേട്ട് നിന്ന മലപ്പുറത്തെ ഹിന്ദുക്കൾ മനസ്സിൽ ചിരിച്ചിട്ടുണ്ടാവും. അത് കേട്ട് നിന്ന മലപ്പുറത്തെ ഹിന്ദുക്കൾ അത്ഭുതപ്പെട്ടിട്ടുണ്ടാവും. ഇദ്ദേഹത്തെയാണോ നേതാവായി കൊണ്ടുനടന്നത്? വെള്ളാപ്പള്ളി നടേശൻ ചെറിയ ആളല്ല കേട്ടോ. വെള്ളാപ്പള്ളി നടേശൻ ഒരു SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറിയാണ്. മുമ്പ് കുമാരനാശാനൊക്കെ വന്ന സ്ഥാനത്താണ്. മലപ്പുറം ജില്ലയിലൊക്കെ എത്രത്തോളം സൗഹൃദത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒരു പ്രദേശമാണെന്ന് ഇദ്ദേഹം എന്തുകൊണ്ട് വായിച്ചറിയുന്നില്ല, എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. ഒന്നും ആലോചിക്കേണ്ട, മലപ്പുറത്തിൻ്റെ സ്നേഹം അറിയണമെങ്കിൽ എന്തെങ്കിലും ഒരു കോഴ്സ് ചെയ്യാനല്ല മലപ്പുറത്തേക്കൊന്ന് വന്നോളൂ, അല്ലെങ്കിൽ ചെറിയൊരു ജോലി ചെയ്യാൻ. ഇനി അതല്ലേ വേണ്ട, ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥർ, ടീച്ചേഴ്സ്, അല്ലെങ്കിൽ മറ്റ് ഗവൺമെൻറ് മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്നവർ, അവരോടൊക്കെ ഒന്ന് ചോദിക്കാം ഈ മലപ്പുറത്തിൻ്റെ സ്നേഹം.